ഹരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊരു കോഴിക്കഞ്ഞി, രുചികരമായ കോഴിക്കഞ്ഞി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോഴിക്കോട് എലത്തൂർ പള്ളിയിലാണിത് കൊടുക്കുന്നത്. ഈ കോഴിക്കഞ്ഞി അതും ഔഷധ ഗുണമുള്ള കോഴിക്കഞ്ഞിയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇവിടെ വന്ന് വാങ്ങാം. എലത്തൂർ നോമ്പിന്, എല്ലാ കൊല്ലവും നോമ്പ് 2 മുതൽ 27 വരെ എലത്തൂർ പള്ളിയിലുണ്ടാവും കോഴിക്കഞ്ഞി. ഒരുപാട് ഔഷധ ഗുണമുള്ള കോഴിക്കഞ്ഞിയാണ്. അപ്പോൾ വാങ്ങി ഒരിക്കലെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് കോഴിക്കോട് എലത്തൂർ ആച്ചാം വീട്ടിൽ AP ഹാജി എന്ന് പറഞ്ഞ ആളായിരുന്നു തുടങ്ങിയത്. ഇവിടെ മൂപ്പര് ബർമയിൽ നിന്നാണ് ഈ കോഴിക്കഞ്ഞി ഇവിടെ വന്ന് തുടങ്ങിയത്. ഒരുപാട് ഔഷധ ഗുണമുള്ള കോഴിക്കഞ്ഞികളാണ്. ഔഷധ ചേരുവകളൊക്കെ ചേർത്തിട്ട് കോഴിക്കഞ്ഞി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കുടിക്കുന്നത്. ഓക്കെ, മറക്കണ്ട, അവര് കോഴിക്കഞ്ഞി കുടിക്കാൻ മതി. ഇതാണ് എലത്തൊരു വലിയ ജുമാ മസ്ജിദ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് കൊടുക്കുക. അങ്ങോട്ട് ഈ വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 100-150 ആൾക്കാർ ഡെയിലി ഇവിടുന്ന് കഞ്ഞി വാങ്ങി പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. പാത്രമായിട്ട് വന്നാൽ ആർക്കും കിട്ടും. ഏത് മതസ്ഥർക്കും ഇവിടെ കോഴിക്കഞ്ഞി വാങ്ങാം. ഔഷധ ഗുണമുള്ള ഈ കോഴിക്കഞ്ഞി വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ട് കുടിക്കുക. നോമ്പിന് മുമ്പ്, നോമ്പ് തുറക്കുന്നതിന് മുമ്പാണ് കൊടുക്കുക. ഇപ്പം മഗ്‌രിബ് വാങ്ങി കൊടുക്കുന്നതിന് മുമ്പാണ് ഇപ്പോൾ ഇതൊക്കെ കൊടുക്കുന്നത്. കുറേ നേരത്തെ വന്ന് ക്യൂ നിൽക്കും കേട്ടോ. ഒരു 4 മണിക്ക് അവിടുന്ന് ക്യൂ നിൽക്കും. 5 മണിയാകുമ്പോൾ ഇവിടെ ഇതേപോലെ വണ്ടിയിൽ വന്നിട്ട് കഞ്ഞി കൊടുക്കും. അതപ്പോൾ ഒരു 10 ചെമ്പുണ്ട് ഏകദേശം. വിതരണം തുടങ്ങി തീരാനായി. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോഴിക്കഞ്ഞിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഇവിടെ വരിക, പാത്രമായിട്ട് വരിക, ക്യൂ നിൽക്കുക, വാങ്ങിക്കൊണ്ടുപോവുക. ഓക്കെ. Bye.